ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി താൽപര്യപൂർവം അവ പിന്തുടരണം. പടച്ചവന്റെ ഇഷ്ടം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതിലൂടെ പെട്ടെന്ന് സംഭവിക്കുന്നത് നഷ്ടമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ലാഭവും വിജയവുമായി പര്യവസാനിക്കും എന്ന് ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ കൈവിട്ടുകൊണ്ട് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് സന്തോഷവും ആനന്ദവുമാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് തീരാ ദുഃഖത്തിലേക്ക് നമ്മെ കൊണ്ട് തള്ളും എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ബന്ധം എന്നതിനെപ്പറ്റിയാണ് ചെറിയ ചില ഉത്ബോധനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നുദ്ദേശിക്കുന്നത്. നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയത്തെ സംബന്ധിച്ചും സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിലും പരിഗണനയിലും ഉണ്ടാവേണ്ട വിവിധ വിഷയങ്ങൾ സന്ദർഭത്തിന്റെ താൽപര്യമനുസരിച്ച് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് സാധ്യമാവുന്നത്. ഓരോന്നിനെ പറ്റി പറയുമ്പോഴും അതിലൂടെ ഉത്ഭവിക്കുന്ന കുറെ വശങ്ങളുണ്ടാവും. ഒരു പ്രശ്നവും ഏകപക്ഷീയമായിരിക്കുകയില്ല. പലപ്പോഴും അത് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴും വിവാഹത്തിന്റെ ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോഴും വിവാഹത്തിൽ നമ്മൾ കടത്തിക്കൂട്ടിയ സങ്കീർണതകളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുമ്പോഴും ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറുവശങ്ങൾ അയാളുടെ മുമ്പിൽ വരുന്നുണ്ടാവാം. അത്തരം വിശദാംശങ്ങൾ വിശകലനം ചെയ്യലോ ഒന്നിലധികം അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ളതിൽ തീർപ്പ് പറയലോ ഒരു മെമ്പറിൽ നടത്താൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. പൊതുവെ ചില ഉത്ബോധനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. ആ ഉത്ബോധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്കും ഒരു മനസ്സും മനസാക്ഷിയുമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ആവശ്യമായ ആലോചനകളും തീരുമാനങ്ങളും തിരുത്തലുകളും നമ്മൾ ഓരോരുത്തരും വരുത്തും എന്ന പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ അള്ളാഹുവുമായിട്ടൊരു കരാറിലേർപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വശം വിശദീകരിക്കാനല്ല ഞാനിപ്പോൾ ഇത് പരാമർശിച്ചത്. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ എന്ന് തുടങ്ങുന്ന സൂക്തത്തിലൂടെ മനുഷ്യ വംശത്തിന്റെ ഉത്ഭവത്തിൽ ലോകാവസാനം വരേക്കും ഭൂമിയിൽ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ നിരത്തി നിർത്തി അലസ്തു ബി റബ്ബിക്കും എന്ന് നാഥൻ ചോദിച്ചു. ഖാലു ബലാ ഷഹിദിന, അതെ ഞങ്ങൾ സാക്ഷികളാണ്, സാക്ഷ്യം വഹിച്ചു, സമ്മതിച്ച് സാക്ഷ്യം വഹിച്ചു എന്ന് ഈ ആത്മാക്കളൊക്കെയും അതിന് സാക്ഷിയായി എന്ന ഒരു കരാർ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അപ്പൊ പിന്നീട് ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ചതു മുതൽ ഈ കരാറിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു, ഇതിനനുസരിച്ചാണ് മറ്റുള്ള എല്ലാ തുടർ നടപടികളും എന്ന് നമുക്ക് കാണാൻ പറ്റും.
ഈ കരാറ് പാലിക്കുന്ന കൂട്ടർ ഒരു ധാരയാണ്, ഒരു കാഴ്ചപ്പാടാണ്, അതൊരു നിലപാടാണ്. ഈ പ്രപഞ്ചത്തിന്റെ യജമാനനും ഉടമസ്ഥനും അധിപനുമായി അള്ളാഹുവിനെ അംഗീകരിച്ച് നമുക്ക് അവൻ സ്വാതന്ത്ര്യം നൽകിയ മേഖലയിലും അവന്റെ നിയമത്തിന് തന്നെ വിധേയമാവലാണ്, സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യലല്ല ബുദ്ധി എന്ന് മനസ്സിലാക്കി പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു ധാര. രണ്ടാമത്തേത്, ഈ കരാറിൽ ഏർപ്പെട്ട ശേഷം, കരാറിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറിയിട്ടില്ല. എനിക്ക് ആ കരാർ ബാധകമല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കുട്ടിയുമില്ല. കാരണം വശദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിന, അവരെ അവർക്കെതിരെ തന്നെ സാക്ഷി നിർത്തിയിട്ട് നാഥൻ അവരോട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിക്കുമ്പോ അവരെല്ലാവരും പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ത്? അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, സാക്ഷികളായിരിക്കുന്നു. അപ്പൊ പിന്നെ ഈ കരാറിൽ ഏർപ്പെട്ട ശേഷം ഇതിനെ ലംഘിച്ച ആളുകൾ, അവരതിനെ തുടർന്ന് ഒരുപാട് ലംഘനങ്ങൾ നടത്തുന്നു ജീവിതത്തിൽ. ഇത് സൂറത്തുർ റഅദിൽ 20-21 സൂക്തങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ കാണാൻ പറ്റും. ഞാനിപ്പോ അതിലേക്ക് കടന്നാൽ ആ ഒരു കരാറിനെ പറ്റിയുള്ള ഒരു ചർച്ച മാത്രമായി ഈ അവതരണം പരിമിതപ്പെട്ടു പോകും എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സൂറത്തുർ റഅദിലെ 20-21 സൂക്തങ്ങളിൽ വല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ് എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അല്ലാഹുവുമായി അതുപോലെ അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി മിൻ ബഅദി അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അപ്പൊ ഈ രണ്ട് കാഴ്ചപ്പാടും അവിടെ അടുത്തടുത്ത ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട്. കരാറ് പാലിക്കുന്ന ആളുകൾ, നാഥനുമായിട്ടുള്ള കരാറ് പാലിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകതയായിട്ട് അല്ലാഹു പറയുന്നത് വയസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, കൂട്ടിയോജിപ്പിക്കുവാൻ, വിളക്കിച്ചേർക്കുവാൻ, ഏതൊക്കെ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുവാൻ നാഥൻ പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ വിളക്കിച്ചേർക്കുന്നവരാണവർ. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇനം ബന്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് നമ്മളും നമ്മുടെ നാഥനും തമ്മിലുള്ള ബന്ധം, മറ്റൊന്ന് നമ്മളും നമ്മുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം. ഈ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടെ ഈ ആവാസ വ്യവസ്ഥയോടുള്ള നമ്മുടെ സമീപനം, അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതിലെ കുറെ മര്യാദകൾ. മൂന്നാമത്തത് നമ്മൾ പരസ്പരം മനുഷ്യർക്കിടയിലുള്ള അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന നിലക്കുള്ള ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളിൽ ഒന്നും രണ്ടും ബന്ധങ്ങൾ ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ, പല സന്ദർഭത്തിലും നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ഇതിലെ മൂന്നാമത് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ഓരോ മനുഷ്യനും അയാളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ ചിലപ്പം ചില ആളുകൾക്ക് അയാളുടെ അനുജനും ഉണ്ടാകും, ജ്യേഷ്ഠനും ഉണ്ടാവും. അനുജനും ജ്യേഷ്ഠനൊക്കെ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്തോ അടുത്തടുത്തോ വീട് വെച്ച് അങ്ങനെ അവരുടേതായ ഒരു മട്ടിൽ ജീവിച്ചു പോവുകയാണ്. ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ച് തറവാട് വീതം വെച്ച ശേഷം. അപ്പൊ ചിലപ്പോൾ ഈ വീതം വെപ്പിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പല കുടുംബങ്ങളിൽ നിന്നും വന്ന സ്ത്രീകളാണല്ലോ ഇവരുടെ ഇണകൾ. അവര് ശീലിച്ചത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അതുപോലെ അല്ലാത്തത് കൊണ്ടുള്ള പല താളപ്പൊരുത്തങ്ങളും താളലംഘനങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. മറക്കാനും പൊറുക്കാനും തീരുമാനിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നം തന്നെ അല്ല. പക്ഷെ അതൊരു പ്രശ്നമാക്കാൻ തീരുമാനിച്ചാൽ ആ പ്രശ്നം തന്നെ മതി ഇത് മൊത്തം അങ്ങ് നാശത്തിലെത്തിക്കാൻ. മനുഷ്യന്റെ നിലവാരവുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ടതാണ് ബാക്കി വിശദാംശങ്ങളൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ, അപ്പൊ ജ്യേഷ്ഠന്റെ ഇയാളെ വീടുണ്ട്, അനുജന്റെ വീട് അപ്പുറത്തുണ്ട്, ജ്യേഷ്ഠന്റെ വീട് ഇപ്പുറത്തുണ്ട്. പക്ഷെ ഇയാൾക്ക് ഇതല്ലാത്ത വേറെ ചില സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്തുക്കളുമായിട്ട് ഇയാൾക്ക് വല്ലാത്ത ബന്ധം ഉണ്ടാവും. ഇയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കും ആ സുഹൃത്ത്. വെറും ഒരു സുഹൃത്ത്, ഒരു മുസ്ലിം സഹോദരൻ, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവിടേക്ക് പോക്ക്, അവരോടുള്ള വരവ്, ഇതൊക്കെ വളരെ ശക്തമായി നിൽക്കുകയും ഈ അടുത്ത ബന്ധങ്ങളുമായുള്ള ഈ പോക്കുവരവുകൾ വല്ല മരണത്തിന്റെയോ ആണ്ടർതിയുടെയോ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആണ്ടർതിയുടെയോ സമയത്ത് മാത്രമാവുകയും ചെയ്യുന്നുവെങ്കിൽ കുടുംബ ബന്ധം പാലിക്കുന്ന ഒരാളാണ് ഈ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മുഹാജിറുകളും അൻസാറുകളും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സാഹോദര്യ ബന്ധം അള്ളാഹുവിന്റെ റസൂൽ സ്ഥാപിച്ചതായിട്ട് മദീനയിലെ ഹിജറയുടെ ആ ഒരു ചരിത്രത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
അതായത് എല്ലാം വിട്ട് സ്വന്തം നാട്, കുടുംബം, കച്ചവടം, കൃഷി, മറ്റ് സ്ഥാനമാനങ്ങൾ, സുഖസൗകര്യങ്ങൾ എല്ലാം വിട്ട് ഒരു അന്യദേശത്തേക്ക് ഇവർ ഹിജറ ചെയ്തു വന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ അവിടത്തെ ആ അൻസാറുകൾ സന്നദ്ധമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അൻസാറുകളെയും മുഹാജിറുകളെയും തമ്മിൽ ഒരു മുആഖാത്ത്, അവരുടെ ഇടയിൽ ഒരു സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. പലരെയും പലർക്കും ഏൽപ്പിച്ചു കൊടുത്തു. പലരും പലരുടെയും ഭാര്യമാരെ ഇവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒന്നിലധികം ഭാര്യമാരുള്ളവർ എന്നുവരെ ചരിത്രത്തിൽ നിങ്ങൾ കേൾക്കാറുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ എന്റെ വിഷയം. എന്ന് പറഞ്ഞാൽ അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെപ്പറ്റി, അതിന്റെ പവിത്രതയെപ്പറ്റി, അതിന്റെ മഹത്വത്തെപ്പറ്റി, അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നതിനിടക്ക് വഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅ്ളിൻ ഫീ കിതാബില്ലാഹ്, രക്തബന്ധുക്കളിൽ ചിലർ മറ്റു ചിലരേക്കാൾ നമ്മളോട് അടുത്തവരാണ് എന്ന ഒരു പ്രയോഗം അല്ലാഹുവിന്റെ കിതാബ് അനുസരിച്ച് അവരിലെ, അതായത് മറ്റു പലരുമായിട്ടും ഇവർക്ക് സാഹോദര്യ ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ സാഹോദര്യ ബന്ധം വളരെ ശക്തമായതാണ്. അത് ഇവരുടെ അതേ ആദർശ പൊരുത്തത്തിലുള്ളവരാണ്. ഒരു തൊലിപ്പുറമേയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ഏത് അൻസാറും മുഹാജിറും തമ്മിലുള്ള ബന്ധം. ആദർശപ്പൊരുത്തമുള്ള ലക്ഷണമൊത്ത സാഹോദര്യ ബന്ധമാണ്. ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിനിടക്കാണ് അള്ളാഹു പറയുന്നത് കുടുംബ ബന്ധം. എന്നാൽ അവരിലുള്ള കുടുംബ ബന്ധങ്ങളിൽ ചില കുടുംബങ്ങൾ ചിലരേക്കാൾ ഇവരോട് ഏറ്റവും അടുത്തവർ എന്ന പരിഗണനയിൽ കുടുംബ ബന്ധത്തിന്റെ ആ പ്രാധാന്യമുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ചരിത്രം ഈ സംഭവങ്ങൾ പരാമർശിക്കുന്നിടത്തും നമ്മെ സവിശേഷമായിട്ട് ഉണർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിഗണനയിലും അവകാശത്തിലും ബാധ്യതാ നിർവഹണത്തിലുമൊക്കെ അടുത്ത ബന്ധുക്കളായ ആളുകൾക്കുള്ള സ്ഥാനം അതൊന്നും വേറെ തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതിനിടയിൽ വിള്ളലുകൾ ഉണ്ടാവുക, ആ വിള്ളലുകളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അതിനനുസരിച്ച് അവരവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുക, അവരുമായുള്ള പോക്കുവരവുകളും ബന്ധങ്ങളും നമ്മൾ കാണെ കൂടെ ചുരുക്കി ഒതുക്കി അങ്ങനെ മിനിമൈസ് ചെയ്ത് നിർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേറെ കുറെ ആളുകൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ട കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പലപ്പോഴും കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള കാര്യം ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണ്? അനന്തരാവകാശം വീതം വെക്കുന്ന സമയത്ത് ഈ നമ്മൾ ആരെയാണോ എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അകറ്റി ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് അവർക്ക് ഈ സ്വത്തിൽ അവകാശം ഉണ്ടാവും. നമ്മൾ ആരെയാണോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാക്കി ചേർത്ത് നിർത്തിയിരിക്കുന്നത് അവർക്ക് ഈ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. അപ്പൊ കുടുംബ ബന്ധം അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് ഘടനയിലാണോ അത് ബലപ്പെടുത്തുന്ന ഘടനയാണ് അനന്തരാവകാശത്തിനുള്ളത്, അനന്തരാവകാശ നിർവഹണത്തിനുള്ളത്. നമ്മുടെ പെൺമക്കളെ, ഒരു ആൺമക്കളില്ലാത്ത ഒരാളുടെ പെൺമക്കളെ വിവാഹം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഇയാളില്ലെങ്കിൽ ഇയാളുടെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘടനയുണ്ടല്ലോ. ഇതൊക്കെ പരസ്പരം ഒന്നും മറ്റൊന്നിനെ ബലപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഈ പരിഗണനയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കൾ, രക്തബന്ധുക്കൾ ആരൊക്കെയാണ്? അത് വാപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ ഇവരൊക്കെ വഴിയുള്ള അതിന്റെ ആ ധാരകളെ നമുക്കറിയാം. നമ്മുടെ നാട്ടു നടപ്പ് സമ്പ്രദായം അനുസരിച്ച് മനസ്സിലാക്കുന്ന അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നവർ തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രക്തബന്ധുക്കൾ എന്ന് പറയുന്നത്. അതിലൊന്നും ഒരു അവ്യക്തതയുമില്ല. പക്ഷെ ഈ രക്തബന്ധുക്കളെ കുറിച്ച് പറയുമ്പോൾ അത് ഈ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം മാതാപിതാക്കളോടുള്ള ബന്ധമാണ് എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ ബാക്കിയുണ്ട്. അതേപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാത്തത്, അത് വേറെ തന്നെ ഒരു സന്ദർഭത്തിൽ നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ 3 തരം ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുന്നു. അതില് ഒന്ന് അള്ളാഹുവും അവന്റെ അടിയാറുകളും തമ്മിലുള്ള ബന്ധം, മറ്റൊന്ന് ഈ മനുഷ്യനും അവന്റെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം, മൂന്നാമത്തത് സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അതിലേറ്റവും ഏറ്റവും ആദ്യം പരിഗണന അറിയിക്കുന്നത് മാതാപിതാക്കളുമാട് മറ്റുള്ള ബന്ധമാണ്. അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ആലോചിക്കാം.
പിന്നെ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ബാക്കിയുള്ള കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ ഒരു ചിത്രീകരണമുണ്ട്. ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള ഒരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളുടെ എല്ലാ സാധനങ്ങളുടെയും ഓരോ ഇണകളെ സൃഷ്ടിച്ച് അങ്ങനെ ആ സൃഷ്ടിപ്പിന്റെ ഒരു ഘട്ടത്തിൽ അള്ളാഹു റഹം അഥവാ കുടുംബ ബന്ധം എന്ന് പറയുന്ന ഈ സാധനത്തെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ഇങ്ങോട്ട് വിരമിച്ച സന്ദർഭത്തിൽ ഈ കുടുംബ ബന്ധം അള്ളാഹിന്റെ പിന്നാലെ എങ്ങനെ കൂടി എന്നതാണ് ഹദീസിന്റെ ഒരു ആശയം. ഞാൻ എന്റെ ഭാഷയിൽ പറയാം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബ ബന്ധത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് എന്താണ് നിന്റെ പ്രശ്നം? നിന്നെ കൊന്നുകളയുന്നതിൽ നിന്ന് നിന്നെ കൊന്നുകളയുന്നവരിൽ നിന്ന് അഭയം തേടാനുള്ള ഒരു സന്ദർഭമായിട്ടാണോ നീ ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ ബന്ധം പറയാണ്, ഞാൻ അങ്ങനെ ഭൂമിയിലേക്ക് പോകില്ല, ഇങ്ങനെ വിട്ടാൽ ഞാൻ ഭൂമിയിലേക്ക് പോകില്ല, എന്തെങ്കിലും ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. എന്തുറപ്പാ വേണ്ടത്? അപ്പൊ റബ്ബ് ഈ കുടുംബ ബന്ധത്തോട് പറയാണ്, അൻ അസിലമൻ വസലക്കി വ അൻ അഖ്തഅമൻ ഖതഅകി അലാ തർലൈൻ, നീയുമായിട്ട് ബന്ധം ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർക്കാം, നീയുമായി ബന്ധം മുറിച്ചു കളയുന്നവരോട് ഞാൻ ബന്ധം മുറിച്ചു കളയാം. അത്ര മതിയോ? അത് മതി റബ്ബേ, അത് മതി. ഇങ്ങനെ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബ ബന്ധം ഈ ദുനിയാവിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഒരു ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചിത്രീകരണം, ആശയം നമ്മെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ അത് അങ്ങനെ വിവരിച്ചിരിക്കുകയാണ്. സാധാരണ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കുടുംബ ബന്ധം മുറിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുകയില്ല. കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് നേർക്കുനേരെ ഒരാൾ അതേ ആശയത്തിൽ പ്രാർത്ഥിക്കില്ല. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കും? പലപ്പോഴും ആ പ്രാർത്ഥനയുടെ ഫലം കുടുംബ ബന്ധത്തിൽ എന്തോ വിള്ളലുണ്ടാക്കുന്നതായിരിക്കും. ഈ സ്വഭാവത്തിലുള്ള പ്രാർത്ഥനകൾ വരാം, അസൂയ കൊണ്ടുവരാം, മറ്റു പല ഘടകങ്ങൾ കൊണ്ടുവരാം. ലേശം ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വികസിച്ച് വർദ്ധിച്ച് ഒരു പ്രശ്നമായിട്ട് മാറുമ്പോൾ ആ പ്രശ്നം നമ്മുടെ മനോഭാവത്തെ സ്വാധീനിച്ചിട്ട്, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ മകള് കല്യാണപ്രായമെത്തി നിൽക്കുന്നു. അവളേക്കാൾ 2 വയസ്സ് കുറവാണ് നമ്മുടെ അനുജന്റെ മകൾക്ക്. പക്ഷെ അവൾക്കൊരൊത്ത കല്യാണ കേസ് വന്ന് ഏകദേശം അത് മുന്നോട്ട് പോകുന്നു എന്ന് വരുമ്പോ അത് ഈ കുടുംബം ഒരു നിലവാരം പുലർത്തുന്ന മനുഷ്യരല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇയാളെ ഇത് ഈ കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വാരസ്യം ഉണ്ടാകും. അപ്പൊ പടച്ചോനെ തൽക്കാലം ആ ബന്ധം ഒന്നും മുടങ്ങിപ്പോകട്ടെ, ആ കുട്ടി വഴിയാധാരാകണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ ഈ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഒഴിവാകണമെങ്കിൽ അതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഈ പാവം മനുഷ്യൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക, അയാൾ എത്ര കണ്ണീര് ഒലിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും റബ്ബ് സ്വീകരിക്കൂല. കാരണം കുടുംബ ബന്ധം മുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നത് പ്രാർത്ഥനയെ പറ്റി പഠിപ്പിച്ച ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കുടുംബ ബന്ധത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇതിൽ അടുത്ത രക്തബന്ധുക്കൾ അതിന്റെ ഒരു ക്രമമനുസരിച്ച് ആ പരിഗണന കൊടുക്കേണ്ടവരാണ്. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് മാന്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ഇസ്ലാം ഏതു വിഷയത്തിലും അതിനുള്ള മര്യാദകളും മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്തു വേണം, അല്ലെങ്കിൽ പൊതുവായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ കൈകാര്യകർത്താക്കളായി മുന്നിൽ നിൽക്കുന്നവർ സ്വീകരിക്കേണ്ട ചില മര്യാദകൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ വിദ്യാഭ്യാസം കുറഞ്ഞ കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ, അവരെ കുറ്റം പറയാൻ പറ്റൂല, അവരവരുടെ ആ നടപ്പ് രീതി അനുസരിച്ച് കാര്യങ്ങൾ കൈയാളുന്നതിന് ചില സമ്പ്രദായങ്ങൾ സ്വീകരിക്കും. അവരെ ഏതെങ്കിലും ഒരു മകനെ എല്ലാ കാര്യവും ഏൽപ്പിക്കും. ആ മകൻ മറ്റു മക്കളോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടൊന്നല്ല, ഇയാൾക്ക് എല്ലാ മക്കളും കാര്യത്തോടടുത്താൽ ഒരുപോലെ തന്നെയാണ്, നമുക്കത് അറിയാനും പറ്റും. പക്ഷേ സംഗതി വശാൽ കാര്യങ്ങളൊക്കെ കൈയാളുന്നത് ഒരു മകനായിരിക്കും. അവനൊരു പക്ഷേ കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ളവനോ അല്ലെങ്കിൽ വ്യവഹാരപരമായ കഴിവുള്ളവനോ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവന് അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ സന്നദ്ധമായ ആളായിരിക്കും. ഉപ്പാക്ക് എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്നത് ഓനായിരിക്കും. ഈ മാറി എന്നിട്ട് മാർക്കിടുന്ന ആളുകൾ ഈ വിഷയത്തിൽ വിയോജിപ്പ് മറ്റു വിഷയങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമോ ശാരീരികമോ ആയ റിസ്ക് എടുക്കാൻ പല പരിഗണനകളാൽ ഇതുപോലെ കഴിയാത്തവരുമായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുടുംബ സാഹചര്യങ്ങളിൽ
കുടുംബങ്ങൾക്കിടയിൽ കാതലായ അടിസ്ഥാനപരമായ കുടുംബ ബന്ധങ്ങളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മക്കൾക്കിടയിൽ വിവേചനം പാടില്ല. കാര്യങ്ങൾക്ക് വീടകങ്ങളിൽ കൂടിയാലോചന ശീലമാക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് അവരുടെ അസ്വസ്ഥത എന്ന് അവരുമായി നേർക്കുനേരെ സംസാരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുടുംബ സംഗമങ്ങൾ പല പേരിലും നടക്കുന്നുണ്ട്. തറവാടുകളുടെ കുടുംബ സംഗമങ്ങൾ, അതൊക്കെ അടിസ്ഥാനപരമായി ഇത്തരം നന്മകൾ ഉണ്ടാക്കുന്നതിനും ഇത്തരം മൂല്യങ്ങൾ ശീലിക്കുന്നതിനും കുടുംബം എന്ന നിലക്ക് അതിന്റെ ആ കെട്ടുറപ്പുള്ള ഒരു ഭദ്രത, ആ അടിത്തറ ഉറപ്പുവരുത്തുന്നതിലുമാണ് അവർ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതൊരു പ്രോത്സാഹനാർഹമായ കാര്യം തന്നെയാണ്, ആക്ഷേപാർഹമായ സംഗതിയല്ല. അതേസമയം ഇന്ന തറവാട്ടുകാർ എന്നത് ആ തറവാടിന്റെ ഒരു പോരിശ, അല്ലെങ്കിൽ ആ തറവാടിന്റെ ഒരു മഹത്വം, ആ തറവാടിന്റെ പ്രാധാന്യം, ഇത് മറ്റുള്ളവരുടെ മേൽ ഇവരുടെ ഒരു നിഗളിപ്പ്, ഇതിനാണ് ഈ കുടുംബ സംഗമങ്ങളെങ്കിലോ അതൊരു ജാഹിലിയ വികാരവും ജാഹിലിയ പ്രവണതയുമാണ്. അതിൽ ആശ്വാസം കണ്ടെത്തേണ്ടതോ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ അല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അടുത്ത രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം ശിഥിലമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, അതിനെ ശക്തിപ്പെടുത്തുവാൻ എങ്ങനെയൊക്കെ കഴിയും എന്ന് നമ്മൾ ആലോചിക്കണം. അതിന് ഒരുപാട് മാർഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക സമൂഹത്തിൽ മുൻഗാമികൾ പാലിച്ചു പോന്ന കുറെ മര്യാദകളുണ്ട്. അതുപോലെ തന്നെ പരസ്പരം പാലിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കീഴ്വഴക്കങ്ങളും പെരുമാറ്റ രീതികളുമുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും രോഗിയായിരിക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലും സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടുംബങ്ങളിൽ സന്ദർശനം നടത്തുക, കുടുംബങ്ങൾക്ക് പരസ്പരം ഹദിയകൾ കൈമാറുക. ഈ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ പുതിയ മക്കളെ പുതിയ തലമുറയിൽപ്പെട്ടവരെ കൂടെ ചേർക്കുക, സന്തോഷത്തിന്റെയും അവസരങ്ങളിൽ പങ്കുവെക്കാനുള്ള സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കുക. ഇങ്ങനെ തുടങ്ങി നമ്മൾ മനസ്സുവെച്ചാൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ തലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളമായി മാറുകയും അത് നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അപ്പം മരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിതാവ് മരിച്ചതിന് ശേഷം പിതാവിനോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ് മക്കൾക്ക് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആരുമൊക്കെയായിട്ടാണോ പിതാവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നത് അവരുമായിട്ടുള്ള ബന്ധമൊക്കെയും സ്ഥാപിച്ച് നിലനിർത്തുക എന്നത് മക്കളുടെ ബാധ്യതകളിൽപ്പെട്ട ഒന്നാണ്. അതിൽ അടുത്ത സുഹൃത്ത് ബന്ധവും പെടും, കുടുംബ ബന്ധം മാത്രമല്ല. പാപ്പാന്റെ അടുത്ത ചങ്ങായിമാരുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ 5 നേരവും വാപ്പ പോകുമ്പോൾ എപ്പോഴും നമ്മൾ വാപ്പാനെ എവിടെയും കാണുന്നില്ലെങ്കിൽ ഇന്ന ആളെ വിളിച്ചാൽ വാപ്പാനെ കുറിച്ച് വിവരം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരം ആളുകളോട് വരെ അടുത്ത ബന്ധം സ്ഥാപിച്ച് നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ദീനാണ് നമ്മുടേത്. അപ്പൊ രക്തബന്ധം അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ ഇത് നിലനിർത്തുന്നതിന്റെയും ഇത് സംരക്ഷിക്കുന്നതിന്റെയും ഇതിന് പരിക്കേൽക്കാതെ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ടതിന്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഈ ഒരു വശവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇത്രയും പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ മറ്റ് ചർച്ചകളൊക്കെ പല സന്ദർഭങ്ങളിലായി നമ്മളുടെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നാഥൻ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അതിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ട പലരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പടച്ചവനെ അവരുടെയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രായാധിക്യം ചെന്ന കാരണവന്മാരായ ആളുകൾ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവർക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.